എടുത്തു പറയാനുള്ളതിൻ്റെ സൗണ്ട് ഡിസൈനിൻ്റെ ഇതാണ് ജയദേവൻ ചക്കാടത്ത്. അപ്പോൾ ജെഡിക്ക് ഭയങ്കര വലിയൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഈ പ്രൊജക്റ്റിനെ കുറിച്ച്. കാരണം പുള്ളി തന്നെയാണ് സൗണ്ട് റെക്കോർഡിങ്ങും ചെയ്തത്. ഒരുപാട് പേര് ഇപ്പോൾ ചോദിക്കാറുണ്ട് ഡബ്ബിങ് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഡബ്ബല്ല, സിങ് സൗണ്ടാണ്. ജെഡിക്കും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതായത് അതായത് ഈ സൈലൻസസ് നമ്മൾ പറയുമ്പോൾ അതിൽ എന്തൊക്കെ എലമെൻറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളതും, ഇപ്പം ഒരു ക്ലോക്കിൻ്റെ ടിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രെയിനിൻ്റെ ഹോൺ അത് ത്രൂ ഔട്ട് ഉണ്ട്, നമ്മൾ അതിനെ ഒരു എലമെൻ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഫുഡ് സ്റ്റെപ്സ് ആയാലും എല്ലാം ഭയങ്കര മെറ്റിക്കുലസ് ആയിട്ട് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തൊരു പ്രൊജക്റ്റായിരുന്നു. ഈ സിങ് സൗണ്ടിൻ്റെ കാര്യം വന്നപ്പോഴായിരുന്നു പലപ്പോഴും നമുക്കതങ്ങനെ പെട്ടെന്ന് തോന്നിയിട്ടേ ഇല്ലായിരുന്നു ഇത് സിങ് സൗണ്ട് ആയിട്ടാണ് എടുത്തത്. ഈ ചിലപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസ് അറിയാത്തതുകൊണ്ടായിരിക്കും നമ്മൾ പലപ്പോഴും ഈ സിങ് സൗണ്ടിനെയും ഡബിനെയും വേർതിരിച്ച് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാറുള്ളത് ഒന്ന് ക്ലാരിറ്റിയാണ് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മളിങ്ങനെ ഇപ്പോൾ OTT-ലൊക്കെ ആണെങ്കിൽ നമുക്ക് സമയം എടുത്ത് റിപ്പീറ്റ് അടിച്ചു പോയത്, നമ്മൾ ഒറ്റയടിക്ക് തിയേറ്ററിൽ കാണുമ്പോൾ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഇത് സിങ് സൗണ്ട് ആണോ എന്ന് പെട്ടെന്നൊരു സംശയം ഇങ്ങനെ വരും. ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മോഡുലേഷനിൽ ചിലപ്പോൾ ഡബ് ചെയ്തതിൻ്റെയും സിങ് സൗണ്ടിൻ്റെയും മിക്സിൽ വരുമ്പോൾ ഒരേ കഥാപാത്രം പറയുന്നതിൻ്റെ ശബ്ദം നമുക്ക് പെട്ടെന്ന് ഭയങ്കര ഡിഫറൻസ് തോന്നും. ഒരു വാചകത്തിന് ശേഷം അടുത്ത വാചകത്തിലേക്ക് എത്തുമ്പോൾ. അപ്പം സമീപകാലത്ത് ഇറങ്ങിയ ചില സിനിമകളിലൊക്കെ അത് വരെയും വിമർശിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ എത്രയും ക്ലാരിറ്റി കൊണ്ടുവന്ന് എനിക്ക് സിങ് സൗണ്ട് ആണ് എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് അങ്ങനെ മനസ്സിലേക്ക് വന്നിരുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ കുറേയും കൂടെ ശ്രദ്ധിച്ചിരുന്നത് എങ്ങനെയാണ് അത്രയും സാധിച്ചെടുത്തത്? ഇവർ തന്നെയാണോ ഈ ജെഡിയാണ് സിങ് സൗണ്ട് ചെയ്ത് റെക്കോർഡിങ് ചെയ്ത് ജെഡി തന്നെയായിരുന്നു. അത് ജെഡിയുടെ കഴിവാണ്. അത് സിങ് സൗണ്ട് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഞാനും ഇപ്പം കഴിഞ്ഞൊരു 1 ഇയറിൻ്റെ ഇടയിൽ ഇപ്പോൾ സിങ് സൗണ്ട് വരുന്ന ചില സിനിമകൾക്കൊക്കെ ഞാൻ ഈ ഇപ്പം പറഞ്ഞൊരു ക്രിറ്റിസിസം ഞാൻ കേട്ടിട്ടുണ്ട്. അത് ക്ലാരിറ്റി ഇല്ല എന്നുള്ള. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പ്രോബ്ലി എക്വിപ്മെൻസിൻ്റെ കുഴപ്പമായിരുന്നോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും പ്രോസസ്സിങ്ങിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം സിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് പുറത്തുള്ള എല്ലാ സിനിമകളിലും ചെയ്യുന്നത് സിങ് സൗണ്ട് ആയിട്ടാണ്. ഇപ്പം എനിക്ക് ഫ്യൂച്ചറിലൊരു സിനിമ ചെയ്യുമ്പം സിങ് സൗണ്ട് അല്ലാതെ വേറെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല ആസ് എ ഫിൽം മേക്കർ. കാരണം അങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഷൂട്ടിൻ്റെ സമയത്ത് സെറ്റിൽ ഒരു ആക്ടർ പറയുന്ന ഒരു കാര്യം അതേ മോഡുലേഷനിലൂടെ അതേ എന്താ പറയുക അതേ ഇമോഷണൽ എന്താ പറയുക ആ ഒരു ഡെപ്ത്ത് നമുക്ക് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനോട് ക്ലോസ് ആയിട്ട് നമുക്ക് എത്തിക്കാം, പക്ഷെ അതേ ഒരു ഇമോഷൻ നമുക്ക് അത്രത്തോളം ഇൻറ്റൻസിറ്റിയിൽ കിട്ടുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. അപ്പം ഞാനെപ്പോഴും സിങ് സൗണ്ട് മാത്രമേ പ്രിഫർ ചെയ്യാറുള്ളൂ. പിന്നെ ഒബ്വിയസ്ലി ഇപ്പം ഇതിൽ വളരെ മെറ്റിക്കുലസ് ആയിരുന്നു. ഇപ്പം സിങ് സൗണ്ടിൻ്റെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, സിങ് സൗണ്ട് ചെയ്യുമ്പം വളരെ ഡിസിപ്ലിൻ ആവശ്യമാണ് നമ്മുടെ സെറ്റിൽ. ഇപ്പം ഒരുപാട് ലവ് സ്റ്റോറി സിനിമയിലെ ഒരു സീൻ ഉണ്ടല്ലോ, ലൈക് സൈലൻസ് പറയുന്നത്. അപ്പം ആ സൈലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു സെറ്റിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ക്രൂവിനകത്തിരിക്കുന്ന ഇപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പം പക്ഷേ അതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള എക്വിപ്മെൻറ്റ്സ് ഉണ്ട്. കറക്റ്റ് എക്വിപ്മെൻറ്റ്, അതായത് നമ്മൾ എന്താ പറയുക എക്സ്റ്റീരിയേഴ്സിൽ പോകുമ്പോൾ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത് ഡയറക്ഷണലായിട്ട് സൗണ്ട് ക്യാപ്ചർ ചെയ്യാനുള്ള എക്വിപ്മെൻറ്റ്സ് നമുക്കുണ്ട്. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. നമ്മുടെ സെറ്റിലൊരു ഡിസിപ്ലിൻ വേണം. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ സിങ് സൗണ്ട് ഇസ് ദി ബെസ്റ്റ്. ഇപ്പം ഇതിനകത്ത് ഈ സിങ് സൗണ്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് കൊയിലാണ്ടിയിലുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പം എല്ലാവരുടെയും സ്ലാങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അപ്പോൾ ജോജുവിൻ്റെ ഒരു ഇതുവരെ പിടിച്ചിട്ടുള്ള ഒരു സ്ലാങ്ങിലല്ല ഇത് വരുന്നത്. സുരാജ് വെഞ്ഞാറമൂടിനെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അത്തരം ഇതിൽ. ഇപ്പോൾ ഗ്രേറ്റ് എന്തെങ്കിലും ചെയ്യാൻ കുറേ സിനിമകളിലുണ്ട്. അലൻസിയറിൻ്റെയും ശബ്ദത്തിൻ്റെ തന്നെ. അപ്പം ജോജുവിൻ്റെ കാര്യത്തിൽ നമ്മൾ സിങ് സൗണ്ടും കൂടെ വെക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഈ സ്ലാങ്ങിൽ എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ഡബില് റെഡിയാക്കാം എന്നുള്ളൊരു സ്പേസ് അവിടെ ഇല്ലല്ലോ. സിങ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ ആ സ്ലാങ്ങിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം കൊയിലാണ്ടി ഭാഷ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യത്യാസങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം നമ്മൾ ഒത്തിരി ഇപ്പോൾ നമ്മൾ പറയുന്ന സമയത്തും അതൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നരുത് എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം നമുക്ക് കിട്ടിയ ലിമിറ്റഡ് ടൈമിനുള്ളിൽ എത്രത്തോളം അത് കൺവിൻസിങ് ആയിട്ട് ആ സ്ലാങ് ഇൻകോർപ്പറേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അത് 100% നമ്മൾ ആ ഡയലോഗ്സിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. ഇപ്പം അത് ബാക്കിയുള്ള ആൾക്കാരുടെ, അതായത് ഇപ്പം ഭാസ്കറിന്റെ ക്യാരക്ടറോ അല്ലെങ്കിൽ വിശ്വന്റെ ക്യാരക്ടറോ അവർ പുറത്തു നിന്നിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പം അത്ര ഇഷ്യൂ ഇല്ല. സേതുവിന്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടെ വേണമെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യാം. പക്ഷെ എന്നാലും ഒരു ബേസിക് ലെവൽ ഓഫ് ആ ഒരു സ്ലാങ് നമ്മൾ പിടിച്ചിട്ട് തന്നെയാണ് അത് ചെയ്തത്. അപ്പം ഡെഫിനറ്റ്ലി അത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ലാംഗ്വേജ് കൺസൾട്ടൻസ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് എത്രത്തോളം എന്തൊക്കെ അവിടെ വേണം എന്നുള്ള ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്.